മൊഡ്യൂൾ 4 ന്യൂമറിക്കൽ മെത്തേഡ്സ്. ഈ ഒരു മൊഡ്യൂളിൽ ഡിഫറെൻറ്റ് ന്യൂമറിക്കൽ മെത്തേഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ സെക്ഷനിൽ വരുന്ന മെത്തേഡ്സ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ആൻഡ് റെഗുല ഫാൾസി മെത്തേഡ്. അപ്പോൾ എന്തിനാണ് ആ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം സാധാരണ ഒരു പോളിനോമിയലോ അതല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനോ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, ax² + bx + c = 0. ഇങ്ങനെ ഒരു ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ്റെ റൂട്ട് ഓർ സൊല്യൂഷൻ കാണുന്നതിനായിട്ട് നമുക്ക് ഇങ്ങനൊരു ഫോർമുലയുണ്ട് അല്ലേ? അത് ഉപയോഗിച്ചിട്ടാണ് റൂട്ട്സ് കാണുന്നത്. അതേസമയം ക്വാഡ്രാറ്റിക് അല്ലാത്ത ഇക്വേഷൻസ്, ഇപ്പോൾ ഒരു ക്യൂബിക് ഇക്വേഷൻ ആവട്ടെ, അതല്ലെങ്കിൽ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ വരുന്ന ഇക്വേഷൻ ആയിക്കൊള്ളട്ടെ, ലോഗരിതമിക് ഫംഗ്ഷൻ വരുന്ന അല്ലെങ്കിൽ ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ വരുന്ന ഒരു ഇക്വേഷൻ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം റൂട്ട്സ് കാണുന്നതിനുള്ള ഒരു ഫോർമുല നമുക്കറിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇക്വേഷൻസ്, ആ ഇക്വേഷൻസിൻ്റെ റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് ഫൈൻഡ് ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ആൻഡ് റെഗുല ഫാൾസി മെത്തേഡ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ, ഇങ്ങനെയുള്ള മെത്തേഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിനകത്ത് അപ്രോക്സിമേറ്റ് റൂട്ട്സ് ആണ് ഫൈൻഡ് ചെയ്യുന്നത്. അതിൻ്റെ ആക്ച്വൽ റൂട്ട് എന്നതിലുപരി അതിൻ്റെ അപ്രോക്സിമേറ്റ് റൂട്ട്സ് ആണ് നമ്മളിവിടെ ഓരോ ഇക്വേഷൻസിലും ഫൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് മെത്തേഡ്സ് ആണ് ന്യൂട്ടൺ റാപ്സൺ ആൻഡ് റെഗുല ഫാൾസി മെത്തേഡ്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. ന്യൂട്ടൺ റാപ്സൺ മെത്തേഡ്. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും, f(x) = 0. ഈ f(x) = 0 എന്നുള്ള ഇക്വേഷൻ്റെ റൂട്ടാണ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് സച്ച് ദാറ്റ് f(x) = 0. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെ വാല്യൂവിനെയാണ് അതിൻ്റെ റൂട്ട് ഓർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ന്യൂട്ടൺ റാപ്സൺ മെത്തേഡിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റിയൽ നമ്പറിൽ നിന്നാണ്. നമ്മളൊരു റിയൽ നമ്പർ ഇവിടെ ചൂസ് ചെയ്യുന്നു. ആദ്യം തന്നെ ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു റിയൽ നമ്പർ ചൂസ് ചെയ്തുകൊണ്ടാണ്. ആ റിയൽ നമ്പറിനെ ഇനീഷ്യൽ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യും, ഇനീഷ്യൽ റൂട്ടായിട്ട് അസ്യൂം ചെയ്യും. ആ ഇനീഷ്യൽ റൂട്ടിനെ x0 എന്നാണ് വിളിക്കുന്നത്. x0 ഇനീഷ്യൽ റൂട്ട് ഓർ ഇനീഷ്യൽ ഗസ് എന്ന് പറയാം. ഈ ഇനീഷ്യൽ ഗസ് അല്ലെങ്കിൽ ഇനീഷ്യൽ റൂട്ട് ആക്ച്വൽ റൂട്ട് എന്താണോ അതിനോട് അടുത്തുള്ള ഒരു വാല്യൂ ആയിരിക്കും. എങ്ങനെയാണ് x0 ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് നമുക്ക് ഇത് പറയാം, അടുത്ത ഇതിനകത്ത് പറയാം. അതിനുശേഷം x0 എന്ന് പറയുന്ന ഈ ഇനീഷ്യൽ റൂട്ട് ഉപയോഗിച്ചുകൊണ്ട് x1 എന്ന് പറയുന്ന നെക്സ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ട് ഫൈൻഡ് ചെയ്യും. x0 ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം x1 ഫൈൻഡ് ചെയ്യുന്നു. x1 അടുത്ത അപ്രോക്സിമേറ്റ് റൂട്ടായിട്ട് അസ്യൂം ചെയ്യുന്നു. അതിനുശേഷം x3, x4, x5 ഇങ്ങനെ ഡിഫറെൻറ്റ് അപ്രോക്സിമേറ്റ് റൂട്ട്സ് ഫൈൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ x2, x3, x4 ഇങ്ങനെയുള്ള സക്സസീവ് ആയിട്ടുള്ള അപ്രോക്സിമേഷൻസ് ഫൈൻഡ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സക്സസീവ് അപ്രോക്സിമേഷൻസ് ഫൈൻഡ് ചെയ്യാനുള്ള ഫോർമുലയാണ് xn+1 = xn - f(xn) / f'(xn). And this formula is called Newton-Raphson iteration formula or Newton-Raphson formula. അപ്പോൾ ഓരോ xnഉം ഫൈൻഡ് ചെയ്യുന്നത് അപ്രോക്സിമേറ്റ് റൂട്ട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂട്ടൺ റാപ്സൺ ഫോർമുല എല്ലാവരും ബൈ ഹാർട്ട് ചെയ്യുക. ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം പ്രൊസീഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് അറിയേണ്ടത് നമ്മൾ ഓൾറെഡി ഒരു ഇനീഷ്യൽ ഗസ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? ആ ഇനീഷ്യൽ ഗസ് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്.
നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നമ്മൾ ഏതെങ്കിലും ഇൻറ്റിജേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. ഇപ്പോൾ എ ബി ഇങ്ങനെ 2 ഇൻറ്റിജേഴ്സ് നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ 1 ആവാം, 2 ആവാം, 3 ആവാം. ഇങ്ങനെ ഇൻറ്റിജേഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ എഫ് ഓഫ് എ ലെസ് ദാൻ 0 ലെസ് ദാൻ എഫ് ഓഫ് ബി ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ, അതായത് എഫിൽ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂവും എഫിൽ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് എഫ് ഓഫ് ബി ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്നിരിക്കട്ടെ. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ എക്സിന് എ കൊടുക്കുമ്പോൾ എഫ് ഓഫ് എ എന്ന് കിട്ടുന്നു. അത് ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കാം, മേ ബി. അതേപോലെ എക്സിന് ബി കൊടുക്കുമ്പോൾ എഫ് ഓഫ് ബി ഒരു പോസിറ്റീവ് വാല്യൂ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയാം. അതായത് ആ റൂട്ട്, ആക്ച്വൽ റൂട്ട് എക്കും ബിക്കും ബിറ്റ്വീൻ വരാം എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എയോ ബിയോ ഇനീഷ്യൽ ഗസ്സായിട്ട് ചൂസ് ചെയ്യാം. ഇനീഷ്യൽ ഗസ്സായി ചൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനീഷ്യൽ ഗസ്സായിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഇവിടെ എയോ ബിയോ ആണോ ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയുന്നതിനായിട്ട് ഇപ്പോൾ ഇവിടെ എഫ് ഓഫ് എ നെഗറ്റീവാണ്, എഫ് ഓഫ് ബി പോസിറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ നെഗറ്റീവ് വാല്യൂ 0നോട് അടുത്താണെങ്കിൽ, ഇപ്പോൾ ഇതിലേതാണോ 0ക്ക് അടുത്തായിട്ട് വരുന്നത്, 0നോട് വളരെ ക്ലോസ് ആയിട്ട് വരുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എ നിങ്ങൾക്ക് കിട്ടുന്നത് -3 ആണ്. എഫ് ഓഫ് ബി നിങ്ങൾക്ക് കിട്ടുന്നത് 1 ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു 0നോട് അടുത്തുള്ള വാല്യൂ ഇതിലേതാണ്? 1 ആണ് അല്ലേ? അപ്പോൾ ആയതുകൊണ്ട് ബി ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കണം. -3 ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വരുമ്പോൾ ഈ സക്സസീവ് അപ്രോക്സിമേഷൻ, ഇങ്ങനെ ആ ഒരു സ്റ്റെപ്പ് കുറേ തവണ, അതായത് ഇത് കുറേ തവണ നമ്മളിത് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ 0നോട് അടുത്തിട്ട് ഏത് വാല്യൂ ആണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കുക. ഇനി ഈ ഒരു അപ്രോക്സിമേറ്റ് റൂട്ട്സ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എവിടെയാണ് ഈ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്നാണ് അറിയേണ്ടത്. അതിനായിട്ട് ഇങ്ങനെയുള്ള സക്സസീവ് അപ്രോക്സിമേഷൻസ് ഫൈൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും 2 എണ്ണത്തിൻ്റെ ഡിഫറൻസ് അതായത് സക്സസീവ് അപ്രോക്സിമേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് വളരെ സ്മോൾ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് ഈ ഒരു ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ x4 ഈസ് ഈക്വൽ ടു 0.222 എന്നും 23 ഇങ്ങനെ വരുന്നു. x5 ഈസ് ഈക്വൽ ടു 0.22222 ഇങ്ങനെ വരുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അപ് ടു 3 ഡിജിറ്റ്സ് വരെ ഇവ സെയിം ആണ് എന്ന് പറയാം. അതായത് ഇവ തമ്മിൽ വളരെ അടുത്തടുത്ത വാല്യൂസ് ആയതുകൊണ്ട് x5 ആക്ച്വൽ റൂട്ടായിട്ട് എടുക്കാം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. യൂസിങ് ന്യൂട്രാപ്സൺ മെത്തേഡ് കമ്പ്യൂട്ട് ദ റിയൽ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x³ - 2x - 5 കറക്റ്റ് ടു 5 ഡെസിമൽ പ്ലേസസ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഇനീഷ്യൽ ഗസ് നമുക്ക് വേണം. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ എക്സിന് 1, 2, 3 ഇങ്ങനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുന്നു. എക്സിന് 1 കൊടുത്തു. എക്സിന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് 1³ - 2 × 1 - 5 ദാറ്റ് ഈസ് -6. ഇനി അടുത്ത എക്സിന് 2 കൊടുത്തു നോക്കാം. അപ്പോൾ ദെൻ എഫ് ഓഫ് 2 ഈസ് ഈക്വൽ ടു 2³ - 2 × 2 - 5 ദാറ്റ് ഈസ് -1. അപ്പോൾ ഒരു പോസിറ്റീവ് വാല്യൂ ഒരു നെഗറ്റീവ് വാല്യൂ വരുന്നത് വരെ
ഈ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ 2 വാല്യൂ മൈനസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും എക്സിന് ഒരു വാല്യൂ കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3 കൊടുത്തു. ദെൻ വി ഹാവ് 16. അപ്പോൾ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആയിട്ട് കിട്ടി അല്ലേ. ഇപ്പോൾ 16 പോസിറ്റീവായി. അപ്പോൾ പോസിറ്റീവ് ആവുമ്പോൾ നമുക്കിത് ഈ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നത് നിർത്താം. അപ്പോൾ ഒരെണ്ണം നെഗറ്റീവും ഒരെണ്ണം പോസിറ്റീവായിട്ട് കിട്ടുന്നവരെ നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ -1ഉം 16ഉം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ദിസ് മീൻസ് ദാറ്റ് ദ റൂട്ട് ഓഫ് ദിസ് ഇക്വേഷൻ ലൈസ് ബിറ്റ്വീൻ 2 and 3 ഉണ്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ് ലൈസ് ബിറ്റ്വീൻ 2 and 3. അങ്ങനെയാണെങ്കിൽ 2വിനെയോ 3നെയോ ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കാം. ഇനി ഇവിടെ ഞാൻ 2 ആണ് എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ഇവിടെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -1 ആണ്, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 16 ആണ്. അപ്പോൾ ഈ -1ഉം 16 എടുത്തു കഴിഞ്ഞാൽ 0നോട് തൊട്ടടുത്ത് വരുന്നത് -1 ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് 2 ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 ഇനീഷ്യൽ ഗസ് ആയിട്ട് എടുത്തു. ദാറ്റ് ഈസ് x0 = 2. ഇനി നമുക്ക് സക്സസീവ് അപ്രോക്സിമേഷൻസ് കാണാനായിട്ടുള്ള ഫോർമുല എഴുതാം. ദാറ്റ് ഈസ് xn+1 = xn - f of xn by f dash of xn, where n varies from 0, 1 to etc. ഇനി ദാറ്റ് ഈസ് xn+1 = xn minus f of xn. What is f of xn? f of xn means xn³ minus 2xn minus 5. ഓക്കെ, ഡിവൈഡഡ് ബൈ f dash. f dash എന്തായിരിക്കും കിട്ടുന്നത്? f dash is 3x² minus 2. 3x² minus 2 അല്ലേ. ഇവിടെ എഴുതാം f of x, f dash of x is equal to 3x² minus 2. അങ്ങനെയാണെങ്കിൽ f dash of xn എന്തായിരിക്കും? ദാറ്റ് ഈസ് 3xn² minus 2. അതാണ് ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടോ. ഇനി നമുക്ക് n-ന് 0, 1, 2 ഓരോന്നും കൊടുത്തു നോക്കാം. അപ്പോൾ n-ന് 0 കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ എന്തായി മാറും? x1 = x0 മൈനസ് ഈ ഒരു n-ന്റെ പ്ലേസിലെല്ലാം 0 ആയി മാറി ഇങ്ങനെ കിട്ടുന്നു അല്ലേ. x0 2 ആണ്. ദെൻ വി ഹാവ് 2 മൈനസ് അതിൻ്റെ പ്ലേസിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 2.1. ദിസ് 2.1 ഈസ് ദ സെക്കൻഡ് അപ്രോക്സിമേഷൻ ഉണ്ടോ. ഇത് ഇനീഷ്യൽ ഗസ് ആണ്. അത് ഒരു ഫസ്റ്റ് റൂട്ടാണല്ലേ, ഫസ്റ്റ് റൂട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഫസ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ട് എന്നാണ് പറയേണ്ടത്. ഫസ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞത് സെക്കൻഡ് എന്നാണ്, സോറി. ഫസ്റ്റ് അപ്രോക്സിമേറ്റ് റൂട്ടാണ് 2.1. ഇതേപോലെ x2 ഈ x1 ഉപയോഗിച്ചിട്ട്, ഈ x1ൻ്റെ വാല്യൂ 2.1 ആണ്, അത് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ ഫോർമുലയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് x2, x3, x4 ഓരോന്നും ഫൈൻഡ് ചെയ്യാം. അപ്പോൾ x2 എന്ന് പറയുന്നത് എന്തായിരിക്കും? x2 അതായത് n-ന് 1 കൊടുക്കുമ്പോഴാണ് x2 കിട്ടുന്നത്. n-ന് 1 കൊടുക്കുമ്പോൾ അതായത് x2 = x1 minus x1³ minus 2 into x1 minus 5 by 3x1² minus 2. That will be 2.09456. അതേപോലെ n-ന് 2 കൊടുക്കുന്നു. Then we get x3. n-ന് 3 കൊടുക്കുമ്പോൾ x4. ഇങ്ങനെ സക്സസീവ് അപ്രോക്സിമേഷൻസ് കിട്ടുന്നു. ഇനി ഇതിൽ x3യും x4ഉം തമ്മിലുള്ള ഡിഫറൻസ് നോക്കൂ. അവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം വാല്യൂസ് ആണല്ലേ. സെയിം വാല്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്തായിട്ട് എടുക്കാം? ദിസ് x4 ക്യാൻ ബി ട്രീറ്റഡ് ആസ് ദ റൂട്ട് ഓഫ് ദ ഗിവൺ ഇക്വേഷൻ. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത്, ഇത് നിങ്ങൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണമെന്നില്ല. കാൽക്കുലേറ്ററിൽ ഈ ഒരു ഇക്വേഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് α x എന്നുള്ള ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട്
ഈ ഒരു ഇക്വേഷൻ വേരിയബിൾ വരുന്ന ഒരു ഇക്വേഷൻ കാൽക്കുലേറ്ററിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഓരോ പ്രാവശ്യവും എക്സിൻ്റെ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ആദ്യത്തെ പ്രാവശ്യം എക്സിൻ്റെ വാല്യൂ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാൽക്കു ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ 2.1 കിട്ടും. അതിനുശേഷം എക്സിന് 2.1 കൊടുത്തു കഴിഞ്ഞാൽ 2.1ഉം കാൽക്കു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ x2 കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അതിനുശേഷം വീണ്ടും ഈ ഒരു വാല്യൂ അവിടെ എക്സിന് കൊടുക്കുക, കാൽക്കു ബട്ടണിൽ പ്രസ് ചെയ്യുക, ദെൻ യു വിൽ ഗെറ്റ് x3. അപ്പോൾ ഓരോ പ്രാവശ്യവും ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിക്കണമെന്നില്ല, നിങ്ങളിങ്ങനെ എഴുതിയാൽ മതി.